ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണിത്. ചോറ്, ചപ്പാത്തി, അപ്പം, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഈ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ 1 മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, 1 പീസ് കറുകപ്പട്ട, 1/4 ടീസ്പൂൺ ഉലുവ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 10 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. മുളകൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗീ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും എരിവ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കണം. മുളകും എല്ലാം കുറച്ചുകൂടെ ഒന്ന് കുറച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടെ ഇളക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിരിയൻ മുളക് മുഴുവനുണ്ടെങ്കിൽ വറുക്കുമ്പോൾ അതിലേക്ക് ചേർത്താലും മതി. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് പുളി ചേർക്കാം. ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിരിയൻ മുളകും കൂടെ ചേർക്കുമ്പോൾ ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടും. അത് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരുപാട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്താലും മതി. ആവശ്യത്തിന് നെയ്യ് ചേർത്ത ശേഷം നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നീളത്തിലൊന്നുമല്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഇട്ട ശേഷം ഇതുപോലെ തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കുമ്പോൾ ചിക്കൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിയ ശേഷം നല്ല പോലെ ഒന്ന് വെള്ള കളറായിട്ട് വരും. അതുവരെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല അതിലേക്ക് ചേർക്കാം. മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല എല്ലാ ഭാഗം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകാനായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം വേവിക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഇളക്കണ്ട, ഒന്ന് ചിക്കൻ എല്ലാ കഷ്ണങ്ങളും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ കറിയൊന്നും വയ്ക്കുമ്പോൾ ഇളക്കുന്ന പോലെ അതുപോലെ അങ്ങ് ഇളക്കരുത്, ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വീണ്ടും വേവിക്കാനായിട്ട് വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം, ചിക്കൻ വെന്തോ നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് എടുത്താലും മതി. ഇപ്പോൾ ഒട്ടും ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അവസാനം ഈ നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൽ നല്ലൊരു നെയ്യുടെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്, നല്ല സ്പൈസിയുമാണ്. നല്ല എരിവുള്ള ചിക്കൻ റോസ്റ്റ് വേണമെങ്കിൽ ഈ അളവിൽ മുളക് പൊടി എല്ലാം ചേർത്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കാണണമെങ്കിൽ ഷെയർ ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.